മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി ഇപ്പോൾ വരുന്നത് ഒമാനിൽ എണ്ണക്കപ്പലിനെതിരായ ഇറാന്റെ ആക്രമണത്തിൽ ക്രൂ അംഗമായ ഇന്ത്യൻ പൗരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നതാണ്. MKD വ്യോം എന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. ആക്രമണത്തിൽ പ്രധാന എഞ്ചിൻ മുറിയിൽ തീപിടുത്തവും സ്ഫോടനവും ഉണ്ടായി. 16 ഇന്ത്യൻ പൗരന്മാരും 4 ബംഗ്ലാദേശ് സ്വദേശികളുമാണ് കപ്പലിലുണ്ടായിരുന്നത്. മറ്റുള്ളവരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചിട്ടുണ്ട്. BK സുഹൈൽ തന്നെ അതിന്റെ വിശദാംശം നൽകും. സുഹൈൽ, ഈ കപ്പൽ എപ്പോഴാണ് ആക്രമിക്കപ്പെട്ടത്? അതൊരു ടാർഗറ്റ് അറ്റാക്ക് ആണ് എന്നാണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഈ കൊല്ലപ്പെട്ട ഇന്ത്യൻ പൗരന്റെ ഐഡന്റിറ്റി സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളുണ്ടോ? സൈഫുദ്ദീൻ, ഈ യുദ്ധം നടക്കുമ്പോൾ ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത. നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്, യുദ്ധം ഇസ്രായേലും അതേപോലെ തന്നെ അമേരിക്കയും ഇറാനൊക്കെ തമ്മിലാണ് എങ്കിലും നമ്മളെല്ലാവരും അതിൽ ബാധിക്കുന്ന ഒരു വിഷയമായി മാറുന്നു. ഇപ്പോൾ ഏതായിരുന്നാലും ഒമാനിലാണ് ഒരു എണ്ണ ടാങ്കറിന് നേരെ ആക്രമണം നടന്നിരിക്കുന്നത്. അതിൻ്റെ ക്രൂ അംഗമായിട്ടുള്ള ഇന്ത്യൻ പൗരൻ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ഏത് സംസ്ഥാനത്തുള്ള വ്യക്തിയാണ് എന്നതിലൊക്കെ കുറച്ചുകൂടി വ്യക്തത വരേണ്ടിയിരിക്കുന്നു. MKD വ്യോം എന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ എഞ്ചിൻ മുറിയിലാണ് തീപിടുത്തമുണ്ടായത്, സ്ഫോടനമുണ്ടായത്. അവിടെയായിരുന്നു ഈ ക്രൂ അംഗമായിട്ടുള്ള ഇന്ത്യക്കാരൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആകെ 16 ഇന്ത്യൻ പൗരന്മാരാണ് ഉണ്ടായിരുന്നത്, 4 ബംഗ്ലാദേശ് സ്വദേശികളും. അപ്പോൾ മറ്റുള്ള ആളുകളെല്ലാം തന്നെ, ഈ കൊല്ലപ്പെട്ട ഇന്ത്യക്കാരൻ അല്ലാത്ത മറ്റുള്ള ആളുകളെല്ലാം ഇപ്പോൾ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് വരുന്നത്. ആരാണ് ആക്രമിച്ചത്? അത് ഇറാന്റെ ഭാഗത്തു നിന്നാണോ അതല്ല മറ്റേതെങ്കിലും തരത്തിൽ അങ്ങോട്ടുള്ള ആക്രമണമാണോ എന്ന കാര്യത്തിലെല്ലാം ഇനിയും ഒരു സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. ഏതായിരുന്നാലും നമുക്കറിയാം, ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളിൽ പലതിലും പാക് പൗരന്മാരും ബംഗ്ലാദേശ് പൗരന്മാരും ഒക്കെയാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. 6 പേരാണ് മറുഭാഗത്ത്. ഇന്നലെ കഴിഞ്ഞ 3 ദിവസത്തെ ഒരു കണക്കെടുക്കുമ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങൾ നോക്കുമ്പോൾ 6 പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്. അതിലൊന്നും ഇന്ത്യക്കാരൻ പെട്ടിട്ടില്ല എന്ന ആശ്വാസം നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കപ്പലിന് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിൽ ഏതായിരുന്നാലും ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടിരിക്കുകയാണ് എന്ന ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഒരു ഇന്ത്യൻ പൗരൻ കൂടി ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ട ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ആശങ്കാജനകമായ ഒരു വാർത്തയാണ്. ഒമാൻ തീരത്ത് ഇറാൻ ആക്രമിച്ച എണ്ണക്കപ്പലിലെ ക്രൂ അംഗമായിരുന്നു ഈ ഇന്ത്യക്കാരൻ. കൊല്ലപ്പെട്ടു എന്നിപ്പോൾ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുന്നു. പക്ഷേ ഏത് സംസ്ഥാനത്തുള്ള ആളാണ് എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു.